നിങ്ങൾ കേട്ട് അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അവർ അന്ന് ക്യൂരിയസ് ആയിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം അവർക്കും അറിയില്ല ഇത് നടക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ E4 എലഫന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ആന വന്നിരുന്ന് എങ്ങനെയാക്കും, അത് വെർച്വൽ റിയാലിറ്റിയിൽ പറ്റും. പക്ഷെ അത് എങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത്, കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. കാരണം ഒരു കുട്ടിക്ക് കോൺസെപ്റ്റ് മനസ്സിലാവണം. അതായത് അത് 1, ഇനി ഒരു 2 ആനയും കൂടി വന്നപ്പോൾ 1 + 1 2 ആൻഡ് അതിനൊരു റിസൾട്ട് വന്നു. അപ്പോൾ മാത്സ് പഠിച്ചു, ഒരു ആനിമലിനെ പഠിച്ചു, E4 എലഫന്റ് പഠിച്ചു, പിന്നെ ഒന്ന് അവൻ്റെ ചെവിയിലൊന്ന് തൊട്ടേ എന്ന് പറയുമ്പോഴേക്കും തൊടുമ്പോഴേക്കും ചെവി അനക്കുന്നു. അപ്പോൾ അവൻ എക്സൈറ്റഡ് ആവുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് മാത്രമേ ഒരു കുഞ്ഞിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്ന് ചെയ്യും. ഈ I4 ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നിറച്ചും ഐസ്ക്രീം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് അല്ലേ ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്, കുഞ്ഞിന് ഇഷ്ടമുള്ള കളർ സ്ട്രോബെറിയാണ് ഇഷ്ടമുള്ള കുഞ്ഞിന്റെ മുമ്പിലാണ് സ്ട്രോബെറി ഐസ്ക്രീം ഇരിക്കുന്നത്. അവനുണ്ടാവുന്ന ഒരു ഒന്ന് ആയാൻ തോന്നും, ഒന്ന് അതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഫ്രം വിതിൻ വരുന്ന ഒരു ഏർജായി മാറുന്നു. അവൻ എഴുന്നേക്കണം, അത് പിടിക്കണം, ടച്ച് ചെയ്യണം, എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ആ ഒരു തോന്നൽ ഉണ്ടാക്കിക്കാനായിട്ട് ഈ സാധനത്തിന് പറ്റുമെന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എൻ്റെ 4 walls, അതായത് ഫ്ലോർ ഉൾപ്പെടെ അതൊരു 3D ഇതിലേക്ക് മാറ്റി അതുണ്ടാക്കിയപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിച്ച സാധനം ഇതാണ്. അതായത് ഞാൻ പറഞ്ഞ ഇവരുടെ തെറാപ്പിയും കൂടി കൂട്ടത്തിൽ ആഡ് ചെയ്യണം. അതായത് അവൻ്റെ അടുത്ത് താഴെ ഒന്ന് കുനിഞ്ഞിട്ട് എഴുന്നേക്കാൻ പറയുമ്പോൾ അവന് മടിയാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫിഷ് ഇവൻ താഴെ തൊട്ട് കഴിഞ്ഞാൽ വെള്ളേക്ക് ഓടുകയാണെങ്കിൽ അവൻ അതിൻ്റെ പുറകെ ഓടും. സോ അപ്പോൾ അതിൻ്റെ അകത്ത് ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, എവറിത്തിങ് ക്യാൻ ബി ആഡഡ്. ഓൾസോ കോഗ്നിഷൻ, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. കുഞ്ഞിന് മനസ്സിലാവുന്നു, തൊട്ടുകഴിഞ്ഞാൽ അവൻ ഓടും, അവൻ്റെ പുറകെ ഓടുന്നു. സോ എവറിത്തിങ് ടുഗെദർ ദാറ്റ് യു ക്യാൻ ഡു എന്നുള്ളത് അവനും മനസ്സിലാകും. അപ്പം നമ്മൾക്കത് ഈസി ആയിട്ട് അവന് തെറാപ്പി കൊടുക്കാൻ പറ്റും, അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും, അവൻ്റെ റെസ്പോൺസ്. അതിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെക്കൻഡ് ഇതെടുത്തത്, ഓക്കെ ഇതിന് എത്രമാത്രം കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവൻ എത്രമാത്രം ഐ ഹാൻഡ് കോർഡിനേഷനിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ആദ്യം വന്ന കുഞ്ഞിന് എത്രയുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് പീരിയോഡിക്കലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് ദിസ് മച്ച് ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ഹാപ്പൻ എന്നും കൂടി നമുക്ക് സയൻറ്റിഫിക്കലി പറയാൻ പറ്റും. ഒരു ഹസ്ബൻഡും വൈഫും എപ്പോഴും ഫൈറ്റ് ആണ്, അവരെപ്പോഴും ഫൈറ്റാണ്. കാരണം വൈഫ് പറയുന്നത് ഹസ്ബൻഡിന് വിവരമില്ല എന്നാണ്. ഹസ്ബൻഡ് എപ്പോഴും തിരക്കാണ്, വീട്ടിലേക്ക് കാര്യങ്ങൾ നോക്കാൻ സമയമില്ല, അതെല്ലാ ഭാര്യമാരുടെയും കംപ്ലൈൻറ്റാണ്. അപ്പം അങ്ങനെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് ഒരു കുട്ടി, ആ കുട്ടിയുടെ 7th ബർത്ത്ഡേ. അപ്പോൾ വൈഫ് പറഞ്ഞു ഇന്ന് നിങ്ങൾ തിരക്കാന്ന് പറഞ്ഞിട്ടൊന്നും ബുദ്ധിമുട്ടാക്കരുത്, വരുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവരണം. അപ്പം അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്യാത്ത ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. അത് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. കണ്ടപ്പോൾ തന്നെ അതൊരു വേൾഡ് മാപ്പായിരുന്നു, വേൾഡ് മാപ്പിന്റെ പസിലായിരുന്നു. 7 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഇയാൾക്ക് വിവരമില്ല എന്ന് അവരെപ്പോഴും പറയുന്നതാണ്. അപ്പൊ അത് പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ കുട്ടി ഈ ഗിഫ്റ്റ് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സന്തോഷമായിട്ട് ഓടി വരുമായിരുന്നു. അങ്ങനെ ഇവിടെ പക്ഷെ കുട്ടി എത്തുന്നതിന് മുമ്പ് വൈഫിൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കിട്ടി, ദേഷ്യത്തിൽ അവർ തറയിൽ എറിഞ്ഞ് ആ ഗിഫ്റ്റ് ചിന്നിച്ചെറിപ്പോയി. കൊച്ചു കരയാൻ തുടങ്ങി. പക്ഷെ കൊച്ചിന്റെ കരച്ചിൽ കേട്ടില്ല, ഇവര് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ലേഡീസിന് ഹിസ്റ്ററി മുഴുവൻ വരും. അപ്പൊ അങ്ങനെ എല്ലാ സ്റ്റോറി പറഞ്ഞ ഒരു 5-8 മിനിറ്റ് അങ്ങനെ പോയി. അപ്പൊ അപ്പോഴത്തേക്ക് ഈ കൊച്ച് എന്ത് ചെയ്തു അവർ ശ്രദ്ധിച്ചില്ല. ഈ കുട്ടി ഈ പസിലെല്ലാം ചേർത്ത് റീമേക്ക് ചെയ്ത് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ഹെർ, അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. ഷി വാസ് എക്സൈറ്റഡ്. അപ്പൊ അവർ പറഞ്ഞു, ഓ യു ന്യൂ അവർ ചൈൽഡ് ഈസ് സോ ബ്രില്യൻറ്റ്, അതുകൊണ്ടാണ് ചൂസ് ചെയ്ത് പറഞ്ഞിട്ട് ദെൻ ഹി ഹഗ്ഡ് ഹസ്ബൻഡ് ആൻഡ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് അങ്ങനെയായി. അപ്പോഴാണ് അതിൻ്റെ മറുവശം ടേൺ ചെയ്ത് കുട്ടി കാണിക്കുന്നത്. അത് ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു കുട്ടിയുടെ ഒരു പടമായിരുന്നു. അപ്പൊ ആ കുട്ടി കണ്ടത് ഈ കോംപ്ലിക്കേറ്റഡ് വേൾഡ് മാപ്പിന്റെ പസിലായിരുന്നില്ല. കുട്ടി കണ്ടത് ഒരു ചിരിക്കുന്ന മുഖം. ആ ചിരിക്കുന്ന മുഖം ചിതറിപ്പോയപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കാൻ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ കുട്ടി അത് ചെയ്തപ്പോൾ
ആ വേൾഡ് മാപ്പും അത് Correct ആവുന്നു. കറക്റ്റായി. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ ഈ സയന്റിഫിക്കുമായിട്ടുള്ള ഇത്രേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് യു അപ്ലൈഡ് പ്രാക്ടിക്കൽ തിങ്. ആ കുട്ടി ആ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലുള്ള അല്ലെങ്കിൽ വി ടോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നോ വിച്ചെവർ വട്ടവർ വി ആർ കോളിംഗ്. അപ്പോൾ ആ കുട്ടിയെ ഇൻസ്പയർ ചെയ്ത് യു ആർ ക്രിയേറ്റിംഗ് എ പ്രാക്ടിക്കൽ മോഡൽ. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് സൈഡിൽ ദേ വാണ്ട് തിയറി അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോകത്തെ അധികം പ്രശ്നങ്ങളും ഈ സിമ്പിൾ തിയറി ദാറ്റ് സ്മൈലിംഗ് ഫേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതർ തിങ്സ് ഓൾ വിൽ ഗെറ്റ് സെറ്റ്. അതിൻ്റെ അകത്ത് ഒരു കറക്റ്റാണത്. വളരെ വെരി മച്ചായിട്ട് എനിക്കത് ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങൾ, പക്ഷെ നമ്മൾ പലപ്പോഴും അത് വെരി മച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ പെർസെപ്ഷനിൻ്റെ ഒരു കാര്യം തന്നെയാണ് ഒരു ഇത്. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ, പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് ചിലപ്പോഴൊക്കെ. ഇപ്പോൾ ഞാൻ ചന്ദ്രയാൻ വിടുമ്പോൾ ISRO ചെയർമാൻ എനിക്ക് വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഡൗട്ടാണ്. കാരണം നമ്മൾ അത്ര ആണോ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ വിളിച്ചിട്ടുണ്ട്, എൻ്റെ മണ്ടത്തരം കൊണ്ടായിരിക്കാം. ഞാൻ വിളിച്ചു, ഞാൻ അദ്ദേഹത്തിന് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ എനിക്ക് അദ്ദേഹത്തിനെ അറിയുമോ, എങ്ങനെ അദ്ദേഹം പിക്ക് ചെയ്തു? ഹീസ് എ പേഴ്സൺ ഹൂ യൂസ് ടു പിക്കപ്പ് ദി ഫോൺ. യെസ്, അത് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ വിളിച്ചു, അദ്ദേഹം എടുത്തു. ഒരു മുൻപരിചയം ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ആ ഒരു ഇത് നമ്മളൊന്ന് ട്രൈ പോലും ചെയ്യുന്നില്ല. പല സാധനങ്ങളും നമ്മളൊന്ന് ട്രൈ പോലും ചെയ്യാണ്ട് നമ്മൾ അങ്ങോട്ടും തീരുമാനിക്കുന്നു അത് നടക്കില്ലായിരിക്കാം. നടക്കുമോ നടക്കില്ലയോ, നമ്മൾ ട്രൈ ചെയ്തോ, അതൊരു മാറ്ററാണ്. ട്രൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കറക്റ്റ്. അത് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ടോൾഡ് ഹി ഈസ് കമ്മിങ് ടു മീറ്റ് യു നോ. അപ്പോൾ അന്നേരം യു ആർ ഇൻ ദുബായ്. അതെ. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഞാൻ ഈ ഗുഹാന്തരയുടെ സ്റ്റോറി പറഞ്ഞു വന്ന അവിടെയാണ്. ഈ ഗുഹാന്തര എന്ന് പറഞ്ഞ അത് ഒരു വലിയൊരു അണ്ടർഗ്രൗണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് അവരൊരു 7.5 കോടി അന്ന് 2007-8 ചെലവാക്കിയിട്ട് അത് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആളുകൾ പറഞ്ഞു ഹി ബറീഡ് മണി അണ്ടർ ദ എർത്ത് എന്ന് പറഞ്ഞിട്ട് അതായത് ലാസ്റ്റ് നെഗറ്റീവ് കമന്റ്. അപ്പൊ ആ ലോഞ്ച് ചെയ്യുന്ന ദിവസം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേയിൽ ദിസ് ഫൗണ്ടർ ക്രിയേറ്റർ അദ്ദേഹം മജസ്റ്റിക്കിലായിരുന്നു, ബാംഗ്ലൂര്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നത്, ശ്രീ രവിശങ്കർ വുഡ് ലൈക്ക് ടു വിസിറ്റ് യുവർ ആശ്രം, ഈ യുവർ സെന്റർ, യുവർ ഗുഹാന്തര. അപ്പൊ ഈ ആശ്രം, ഈ ശ്രീ രവിശങ്കറിന്റെ ആശ്രം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ക്ലോസർ ടു ഈ പ്ലേസാ. ഹി ഈസ് സ്റ്റാൻഡിങ് 25 കിലോമീറ്റർ ഫാർ അറ്റ് മജസ്റ്റിക്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞു. എവിടുന്ന് ഈ അദ്ദേഹം ആദ്യം എത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇദ്ദേഹം മജസ്റ്റിക്കിലുള്ള ആള്, നോ പ്രിപ്പറേഷൻ. അദ്ദേഹം അവിടുന്ന് പോയി ഒരു ബൊക്കെ സംഘടിപ്പിച്ച് he came driving but he reached before Sri Ravishankar reached there. That is the mystery. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെ ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ ഒരു കുട്ടിയുടെ പുസ്തക പ്രകാശനം ദുബായിൽ അന്ന് നടക്കുകയാണ്. അതായത് ബുക്ക് ഫെസ്റ്റിവലിൻ്റെ കൂടെ, ദുബായ് ബുക്ക് ഫെസ്റ്റിവലിൻ്റെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുമായിട്ട് എനിക്ക് ദുബായിൽ പോകേണ്ടി വന്നു. ഞാനൊരു ഫ്രീക്വൻ്റ് യാത്രക്കാരിയൊന്നുമല്ല, പക്ഷേ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മൈസെൽഫ് ഈസ് ഡോക്ടർ മേരി അനിത കോളിംഗ് ഫ്രം കൊച്ചിൻ. അവിടെ നിന്നും അത് തന്നെയാണ് പറഞ്ഞത്. ആക്ച്വലി ഐ ഗോട്ട് വറീഡ്, ഞാൻ എങ്ങനെയാണ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുക? കാരണം എന്ത് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർവേസ് അല്ലാണ്ട് ദർ വാസ് നോ അതർ വേ എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ യൂണിവേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ എനിക്കൊരു സീറ്റ് ആ ഫ്ലൈറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഷാർജയിലുള്ള അസോസിയേഷൻ മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അവർ എൻ്റെ പെട്ടി വരെ പാക്ക് ചെയ്യുന്നത് അവരാണ്. കാരണം അത്രയും സെക്കൻഡിനുള്ളിൽ, അത്രയും 1 മണിക്കൂറിന് മുൻപേ, അതായത് 3 hours ഒന്നും ഇല്ല എനിക്ക് ആ ഗ്യാപ്പ്. പക്ഷെ അവർ അവിടെ ബോർഡിങ് പാസ് എടുത്ത് വെക്കുന്നു. എനിക്കറിയില്ലാത്ത ഒരുപാട് പേര്, ശരിക്കും പറഞ്ഞാൽ ഒരു സ്നോബോൾ പോലെ എവറിത്തിങ് ഗെറ്റിംഗ് കണക്റ്റഡ് ആൻഡ് അത് ഒന്നിച്ചു വരുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് ആ സമയത്തേക്ക് ഞാൻ അവിടെ ഫ്ലൈറ്റിൻ്റെ എയർപോർട്ടിലെത്തുന്നു, കയറുന്നു.
അങ്ങനെ എല്ലാം ഹാപ്പൻഡ്. ആൻഡ് ഇവിടെ വരുമ്പോഴും ആക്ച്വലി ഇവിടുത്തെ പോലീസ് മേധാവിക്ക് പോലും അറിയുന്നില്ല നാളെ ഉപരാഷ്ട്രപതി എന്നെ കാണുന്നു. ദർ വാസ് നോ നെയിം ഇൻ ദി ലിസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഏർലി മോർണിംഗിൽ പോലീസിൽ നിന്ന് തന്നെ കോൾ വരുന്നു, ഹീ ഈസ് മീറ്റിംഗ് യു. ആദ്യം കാണുന്നത് നിങ്ങളെയാണ്, വെർ ഇസ് യു ഫയൽ എന്നും ചോദിച്ചിട്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ ഓഫീസിൽ. പക്ഷേ ഇതിനൊക്കെ ഞാൻ ദുബായ് യാത്രയ്ക്ക് മുൻപ് തന്നെ എനിക്കറിയാം ഒരു ദിവസം എന്നെ കാണാൻ അദ്ദേഹം വരുമെന്ന്. ഞാൻ ഈ 40 മക്കളുടെയും എൻ്റെയും പോലീസ് ക്ലിയറൻസ് ഒക്കെ എടുത്ത് ഞാൻ ഫയലാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഐ വാസ് സോ ഷുവർ എന്നെ കാണാൻ വരും. അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം വരും എന്നുള്ള വെറും വിശ്വാസമല്ല, വെറും ഡ്രീം അല്ല. അതിനുവേണ്ടി എവറി ഡേ ഞാൻ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വന്നു. എൻ്റെ ഫയൽ 2 സ്ഥലത്തും, ഓഫീസിലും എൻ്റെ കയ്യിലും എൻ്റെ ഫ്ലാറ്റിലും ഒരെണ്ണം ഉണ്ടായിരുന്നുകൊണ്ട് ഉടനെ തന്നെ എനിക്കത് സബ്മിറ്റ് ചെയ്യാനും അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഡ്രീം കം ട്രൂ അതിലേക്ക് എത്താനായിട്ട് എനിക്ക് പറ്റിയത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് വീണ്ടും ജഗദീഷ് ധൻകർ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സാറേ എന്നെ മക്കളെയും കൂടി ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം വേണം എന്ന് പറയുമ്പോഴും ടൈറ്റ് ഷെഡ്യൂളിലാണ് അദ്ദേഹം കൊച്ചിയിൽ വരുന്നത്. പക്ഷേ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നിരന്തര പരിശ്രമം ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് കോൾ വരുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ഇന്ന് ഗുരുവായൂർക്ക് പോകേണ്ട ഫ്ലൈറ്റ്, കാരണം മേഘം മുഴുവനായത് നല്ല മഴയാണ്, മഴ മേഘാവൃതമായതുകൊണ്ട് ആ സമയത്ത് ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു, യു ക്യാൻ മീറ്റ് വിത്ത് യുവർ ചിൽഡ്രൻ എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ദിവസം എനിക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിലും എന്ന് എനിക്കറിയാമെങ്കിലും, അതായത് വൈസ് പ്രസിഡന്റ് അന്നത്തെ ദിവസം ടൈറ്റ് ഷെഡ്യൂളാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു കോളിന് വേണ്ടി. ഞാൻ എൻ്റെ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസും റെഡിയാക്കി നിൽക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി, ഞങ്ങൾ കൊച്ചിയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അത്രയും വെരി റിസ്കിയും ഭയങ്കര ട്രാഫിക്കുള്ള ഒരു സ്ഥലം, അതിനിടയിൽ കൂടി നമ്മൾ അരമണിക്കൂറിനുള്ളിൽ സാറ് എത്തുന്നു എന്ന് പറയുന്ന അതിന് ഒരു 5 മിനിറ്റ് മുൻപ് നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിൽ എൻട്രി ആവുന്നത്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ബൊക്കെ എനിക്ക് വേണമായിരുന്നു. ബൊക്കെ ഇരിക്കുന്നത് എന്നിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ അകലെയുള്ള സ്ഥലത്താണ്. പക്ഷേ ആ ഞാൻ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കൂടെ പാരലായിട്ട് അതെല്ലാം എത്തി. 5 മിനിറ്റിന് മുൻപ്, അദ്ദേഹം എത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ ഇത് പരിശോധന മുഴുവനും കഴിഞ്ഞ് ഞങ്ങൾക്ക് കയറാൻ പറ്റി എന്നുള്ളത്, ഇത് യൂണിവേഴ്സ് എൻ്റെ ഒരു അത്ഭുതവും ഒരു പക്ഷേ ഒരു ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ നിരന്തര പരിശ്രമം കേട്ടോ, അത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം അങ്ങനെ വരുമോ എന്ന് ചോദിക്കില്ലേ, എല്ലാം അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കീപ് ട്രൈങ് കേട്ടോ. എന്നെ എപ്പോഴും അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതാണെങ്കിൽ കേട്ടോ, എനിക്ക് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. പക്ഷേ നമ്മൾക്ക് വേണ്ടതല്ലാത്തത് നമ്മൾ ചോദിക്കുകയും കിട്ടുകയും ചെയ്യും. പക്ഷേ അതൊന്നും നമുക്ക് ഉപകരിക്കുന്നതായിരിക്കില്ല എന്ന് പിന്നീട് മനസ്സിലാകുകയും ചെയ്യും. പിന്നീട് ഒരു പ്രാർത്ഥനയുണ്ട്, ഈശ്വരന്മാരെ ഇതൊന്ന് എടുത്തോണേ എന്ന്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും. അപ്പോൾ എല്ലാം നല്ലതിനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ സംഭവിക്കാൻ പറ്റുമെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമല്ല. ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അത് യൂണിവേഴ്സിനോടും പ്രപഞ്ചം മുഴുവനും, നമ്മൾ പറയില്ല, നമ്മൾ നിരന്തരം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം മുഴുവനും കൂടെ നിൽക്കും എന്ന് പൗലോ കൊയ്ലോ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. പക്ഷേ ഇതൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാനിഫെസ്റ്റേഷൻ്റെ ഡെഫിനിഷനും എനിക്കറിയില്ല. പക്ഷേ ദിസ് ഹാസ് ഹാപ്പൻഡ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം കേട്ടോ. യു ആർ ഇൻസ്പയറിംഗ് മീ ഇൻ ഡിഫറെൻറ്റ് വേസ്. വാട്ട് യു ആർ ടോക്കിംഗ് ഇപ്പോൾ പറയുന്നത് ഫ്യൂച്ചർ പ്രസന്റ് ആണ്. പ്രസന്റ് ഫ്യൂച്ചറിനെ പ്രസന്റിൽ കൊണ്ടുവന്നിട്ട് ഇറ്റ് ഈസ് ഹാപ്പൻഡ് വിശ്വസിക്കാം. അപ്പോൾ പൗലോ കൊയ്ലോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഐ ഹാവ് എൻ ഇമെയിൽ റിസീവ്ഡ് ഫ്രം പൗലോ കൊയ്ലോ. അത് എൻ്റെ ഒരു നോൺ പേഴ്സൺ,
ആ അദ്ദേഹം എന്നോട് ഇതൊരു ടെൽ ദ സ്റ്റോറി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ യങ്സ്റ്റേഴ്സ് ഓൾസോ. ഓക്കെ ദിസ് ഈസ് ഹാപ്പൻ ഇൻ 2015. ഓ എൻ്റെ ഒരു മെന്റർ എന്നോട് പറഞ്ഞു ഈ പുസ്തകം വായിക്കണമെന്ന്, ആൽക്കമിസ്റ്റ്. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ സമയം കിട്ടിയില്ല, പോയില്ല. അപ്പൊ പിന്നെ അടുത്ത ദിവസം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ഓർപ്പിച്ചു വീണ്ടും. അപ്പൊ ഞാനിത് വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞാൻ ബുക്ക് സ്റ്റോളിൽ ചെന്ന് നോക്കിയപ്പോൾ ചെറിയൊരു പുസ്തകം ഇത്, അതിന് 399 റുപ്പീസ്. ഓറഞ്ച് കവറുള്ള. അപ്പൊ 399. ഞാൻ പുസ്തകം തൂക്കി വാങ്ങുന്ന ഒരു നേച്ചറുള്ള ആളാണ്. ഞാൻ സാമാന്യം പുസ്തകം വായിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാനത് വാങ്ങിയില്ല, അത്രയും കോസ്റ്റ്ലാണ്. അത്രയും ഒരു 399 റുപ്പീസ് ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല. ബട്ട് നെക്സ്റ്റ് ഡേ വെൻ ഐ മെറ്റ് ഹിം, അദ്ദേഹത്തോട് ഞാൻ സത്യം പറഞ്ഞു, ഞാനിത് ഇത്രയും വില കാരണം വാങ്ങിയില്ല എന്ന് പറഞ്ഞു. വാട്ട് ഹി ഡിഡ്, ഹി ടുക്ക് മീ ടു ഹിസ് ഹൗസ്, ഹാഡ് ലഞ്ച് വിത്ത് മീ, then he gave that book വായിക്കാനായിട്ട്. 2 ദിവസം കൊണ്ട് ഞാൻ ഈ ബുക്ക് വായിച്ചു. വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ പോയിട്ട് പറഞ്ഞു ഇറ്റ്സ് ഗ്രേറ്റ് ബുക്ക്. ഞാൻ രാത്രി 2 മണി വരെ വായിച്ചു. ആക്ച്വലി എനിക്ക് ഫിനിഷ് ചെയ്യായിരുന്നു, ഒറ്റ ദിവസം ഫിനിഷ് ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ വർക്കുള്ളതുകൊണ്ട് ഞാൻ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ വായിച്ചു. ദെൻ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇറ്റ് ഈസ് അത് അമേസിങ്, ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക്. അന്നേരമാണ് അദ്ദേഹം പറയണത്, അദ്ദേഹം ഈ പുസ്തകം കന്നഡയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഓൾറെഡി. എന്നിട്ട് യൂറോപ്പിലെ ഉള്ള ഒരു ഏജന്റിനെ ഒരു ഒരു ഓതർ വഴി കോണ്ടാക്ട് ചെയ്തിട്ട് അവർ അതിന്റെ പെർമിഷൻ വാങ്ങിക്കാന്ന് പറഞ്ഞിരിക്കുക, റോയൽറ്റിയോ കൊടുത്തിട്ട്. ബട്ട് 6 മാസമായിട്ട് നടക്കുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ കാര്യം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സർ യു പബ്ലിഷ് ഇറ്റ് വിത്തൗട്ട് നോ നീഡ് ഓഫ് ഡോണ്ട് ആസ്ക് ഫോർ പെർമിഷൻ, പ്ലീസ് പബ്ലിഷ് ഇറ്റ് എന്ന് പറഞ്ഞു. പൗലോസിന് അതൊക്കെ പറയാം, എൻ്റെ വൈഫിനെയും കുട്ടികളെയും കേസിൽ പെടുത്താൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഐ വിൽ നോട്ട് ഡു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഐ വിൽ റൈറ്റ് ആൻഡ് ഗെറ്റ് പെർമിഷൻ എന്ന് പറഞ്ഞു. വേറൊരാണെങ്കിൽ എന്റെ പുസ്തകത്തിന് നീ എങ്ങനെ എഴുതും? പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു യു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രിയിൽ ഉറക്കം വേണ്ടിട്ട് ഇരുന്നിട്ട് ഞാനൊരു കത്ത് തയ്യാറാക്കി. ആ കത്ത് അട്ടർ നോൺസെൻസ് ആണ്. ഞാൻ വായിക്കുമ്പോൾ അട്ടർ നോൺസെൻസ്. ഐ എം ഇൻവൈറ്റിംഗ് ഹിം ടു ഇന്ത്യ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, വെൻ യു കം ടു ഇന്ത്യ ഐ ഡോണ്ട് നോ ഹൗ ടു റിസീവ് യു. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുക അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് കന്നഡ മീഡിയം കുട്ടികൾക്ക് ഇത് ഫ്രീ കൊടുക്കാനായിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് എഴുതിയിരിക്കുക. അപ്പൊ ഞാനത് ലെറ്ററൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് എങ്ങോട്ട് അയക്കും, ഇമെയിൽ, അഡ്രസ്. അപ്പൊ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ അന്നേരം ആ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത ഒരു ന്യൂസ്, ഈ പൗലോക്കോയിലേക്ക് ഒരു 430 ഓർഫൻ കുട്ടികളുടെ ഒരു സെന്റർ ഉണ്ട്. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുക, യു കനോട്ട് ചേഞ്ച് ദ എൻറ്റയർ കൺട്രി, ബട്ട് ഇഫ് യു ക്യാൻ ഡു വൺ സ്ട്രീറ്റ്, അങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ അതിനകത്ത് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. ആ ഇമെയിൽ ഐ ഡി instituto@paulocoelho.com.br. കാരണം നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തിയ സാധനം നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് തന്നെ ഇത്രയും നാള് നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ അത് ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും ആദ്യമേ കണ്ടിട്ടുണ്ടാവുക. ഞാൻ ഇമെയിൽ അയച്ചു. Then I forgot. 2 ദിവസം കഴിഞ്ഞപ്പോ ഐ ആം സിറ്റിംഗ് ഇൻ എ ഹൗസ് where this person was living for 10 years. അവിടെ ആ വീട്ടിലൊരു പ്രൊഫസറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. And I got an email. That email is directly from Paulo Coelho. ഞാൻ അയച്ചത് institute@paulocoelho.com ഒരു അത് ഡയറക്റ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് എനിക്ക് ഇമെയിൽ വന്നേക്കുന്നത് ആൽക്കമിസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി, alchemist@ വേറെ എക്സ്റ്റൻഷൻ. ആ ഇമെയിൽ വന്നിരിക്കുക. ആ ഇമെയിൽ ഞാൻ നോക്കിയപ്പോ എന്റെ ഇമെയിലില് ഞാൻ പൗലോ കൊയ്ലോക്ക് 20 വർഷം യങ്ങാ, ഹീസ് എൽഡർ ടു മീ. അന്നേരം അദ്ദേഹം യുണൈറ്റഡ് നേഷന്റെ പീസ് അംബാസഡറാണ്. ഓക്കെ, അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്ററിന്റെ അത്രയും ട്വിറ്റർ അക്കൗണ്ട്, അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. സച്ച് എ ഗ്രേറ്റ് മാൻ. ഞാൻ അഡ്രസ് ചെയ്തിരിക്കുന്നത് ഡിയർ പൗലോ കൊയ്ലോ, ഒരു മിസ്റ്റർ പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ലെറ്റർ ഡിയർ സർ. ഞാൻ എഴുന്നേറ്റില്ല. ഞാൻ പലപ്പോഴും പറയും, ചില ഫോണുകൾ എഴുന്നേറ്റിന്നാ ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള കോളുകൾ എനിക്കിത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ അദ്ദേഹം എഴുതിയ ഡിയർ സർ, ഞാനല്ല ഇതിന്റെ ഓണർ, ഇതിന്റെ ഓൾറെഡി പബ്ലിഷറുടെ റൈറ്റ് ഇന്ത്യയിലെല്ലാം പബ്ലിഷർ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇൻ സച്ച് കേസസ് if I was in your position, I would have done it without asking permission. Same thing that what you have ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് അങ്ങനെ ഇമെയിൽ വന്നു. അത് ഞാൻ ഈ പ്രൊഫസറെ കൊണ്ട് വായിപ്പിച്ചു. Then I sent it to him. അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു.
അയച്ചു കഴിഞ്ഞിട്ട് ദെൻ ഇറ്റ് വാസ് എക്സൈറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ അവിടെ പോയിട്ട് കാഷ്വലി പോയപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദേ ഹാവ് നോട്ട് ഷോൺ മച്ച് ഇൻട്രസ്റ്റ്. അപ്പം പിന്നെ ഞാൻ പോന്നു. സൺഡേ ആയപ്പോൾ പിന്നെ എന്നെ വിളിച്ചു ന്യൂസും പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഐ വിൽ ഗിവ് യു അദ്ദേഹത്തിന്റെ നമ്പർ അയക്കാന്ന് പറഞ്ഞിട്ട് ഐ സെൻഡ് ഹിസ് നമ്പർ. അപ്പൊ എനിക്കൊരു അദ്ദേഹം പിന്നെ ഞാൻ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൽ 4 കോളം ന്യൂസ് കൊലോ ഗേവ് പെർമിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എനിക്ക് അദ്ദേഹത്തിന് ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് ഈ ഫോട്ടോ വെച്ചു, സാർ ഇന്ത്യയിലെ ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഐ സെൻഡ് ഇറ്റ് ടു ഹിം, ഡിയർ സാർ എന്നൊക്കെ വെച്ച് റെസ്പെക്ട്ഫുള്ളി ഐ സെൻഡ് ടു ഹിം. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈവനിങ്ങിൽ ഐ ഗോട്ട് എ കോൾ ഫ്രം മൈ ഓദർ. Paulos, you know what sir? Paulo Coelho tweeted. What is the tweet? Don't ask for permission. The word which I told. It was amazing. I'll be sending you that email. അതാണ് അത് ശരിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതാ ഞാനിത് ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പിന്നെ അത് പത്രത്തിൽ വന്നോ ഇതൊന്നും ഞാൻ ബോധേഡല്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉപരാഷ്ട്രപതി ഇത്രയും അടുത്ത് കാണുന്നത്. ഇതെന്റെ ആഗ്രഹങ്ങൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പിന്നെയുള്ളത് മുഴുവനും ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻട്രി ചെയ്യുന്നു, പുറകെ വൈസ് പ്രസിഡന്റ് വരുന്നു എന്ന് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് കോൾസ് വന്നുകൊണ്ടിരിക്കുക. ഹീസ് ലാൻഡിങ് അറ്റ് കൊച്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് കോൾസ് എനിക്കാണ് വരുന്നത്, നോട്ട് ടു ദി പോലീസ്. എനിക്ക് വരുന്നുണ്ട്, പോലീസിന് അപ്ഡേഷൻ വരുന്നുണ്ട് ഓഫ് കോഴ്സ്, ബട്ട് സ്റ്റിൽ എനിക്ക് അതിനകത്ത് ഒരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ആ അപ്ഡേഷൻസിനനുസരിച്ച് ഞാൻ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യുന്നു. എനിക്ക് ഗവർണറുടെ അടുത്ത് പോയിട്ടുള്ള ഒരു ഇതുകൊണ്ട് എനിക്ക് പ്രോട്ടോകോൾസ് കുറച്ച് അറിയാം എന്നുള്ളതല്ലാണ്ട് ബാക്കി എനിക്കറിയില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് ബ്യൂഗിൾ മുഴുകുന്നു, വൈസ് പ്രസിഡന്റ് ഈസ് കമ്മിങ്, നാഷണൽ ആന്തം പാടുന്നു. എനിക്ക് ഇപ്പോഴും ഓർക്കുന്ന ഗോസ് ബംസ് ആണ്. കാരണം ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. നമ്മൾ പറയുന്നത് നമ്മൾക്ക് സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു കുറച്ചും കൂടി നമുക്ക് ശബ്ദമുണ്ടല്ലോ. കേരളത്തിലെ 9.5 ലക്ഷത്തോളം വരുന്ന മക്കളിൽ അതിൻ്റെ അകത്തൊരു ഭൂരിഭാഗം പേർക്കും നന്നായി സംസാരിക്കാൻ പറ്റാത്ത മക്കളാണ്. ദേ ആർ സോ കോൾഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇവരുടെ ശബ്ദങ്ങളാവാൻ, അപ്പോൾ ഇവർക്കില്ലാത്ത ശബ്ദം വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ എപ്പോഴും കുറേയും കൂടി പോസിറ്റീവ് ആവാനായിട്ട് ശ്രദ്ധിക്കുന്നതും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരിക്കാം. അത് നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്നാലും ഞാനും ഒരു മനുഷ്യനാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഈ സാധനമൊക്കെ വിട്ടുപോകട്ടോ, അതൊക്കെ സംഭവിക്കാറുണ്ട്. ഞാനും ഒരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ ദേഷ്യം വരും, ഒച്ച വരും, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. അയ്യോ, ഐ ഷുഡ് നോട്ട് ഹാവ് ടോക്ക്, അത് വേണ്ടായിരുന്നു, ഐ ഷുഡ് ഹാവ് അവോയ്ഡഡ് സച്ച് സിറ്റുവേഷൻസ് എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഐ ഓൾവേസ് ടോക്ക് അബൌട്ട് മൈ സണ്ണി സൈഡ് ഓഫ് മൈ ലൈഫ്. പക്ഷേ അതിൻ്റെ അകത്തും നമ്മൾക്ക് ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എപ്പോഴും. കാരണം ഞാൻ വെറും ഒരു ഹ്യൂമൺ അല്ലേ, അപ്പോൾ അപ്പോഴും അതൊക്കെ ഉണ്ടാവും. എങ്കിലും അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എവറി ഡേ ഈവനിങ് ബിഫോർ സൺസെറ്റ്, യെസ്, ഇഫ് ഐ ഹാവ് ഗോൺ റോങ്, അവിടെയാണ് ഞാൻ വിളിച്ച് സോറി പറയാൻ. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ അസസ് ചെയ്യാറുണ്ട്, അവിടെ ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു പറ്റം ഭിന്നശേഷിക്കാർ എന്ന് നിങ്ങൾ വിളിക്കുന്ന സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുമക്കളോടൊപ്പവും അവരുടെ അമ്മമാരോടൊപ്പമാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ചിന്തകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് കാണാൻ പലപ്പോഴും എന്നോട് പല ഓഫീസേഴ്സും ചോദിക്കുന്ന ഹൗ കുഡ് യു സ്മൈൽ അറ്റ് ദം. കാരണം ഇത്രയും വിഷമത്തോടെ നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കടന്നു ചെല്ലുന്നത്? അതൊരു വിഡ്ഢിത്തരമാണോ എന്നൊക്കെയാണ് പലപ്പോഴും ചോദിക്കുന്നത്. അത് അവരെ കളിയാക്കുന്നതാണോ? അല്ല കേട്ടോ, ഞാൻ പറയും അതൊരു റിഫ്ലെക്സ് ആക്ഷൻ ആയിരിക്കണം.
എൻ്റെ ചിരി അവരിലേക്ക് പടരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും. ഞാനത് കണ്ടിട്ടുമുണ്ട്. കാരണം ഞാൻ ചിരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ എത്ര വിഷമിച്ചിരിക്കുന്ന കുഞ്ഞുമക്കളാണെങ്കിലും, കുഞ്ഞുമക്കളെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അടുത്തുകൂടി ഒരു പൂച്ച പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ ആ പൂച്ചയിലേക്ക് പോകുന്നു, അതിൻ്റെ മ്യാവിലേക്ക് പോകുന്നു. അപ്പോൾ ആ സെയിം ഇതാണ്, ആ റിഫ്ലെക്സ് ആക്ഷനാണത്. ആ റിഫ്ലെക്സാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇടയ്ക്കെങ്കിലുമൊക്കെ വിഷമങ്ങളായിട്ട് കാണാറുണ്ട്, എങ്കിൽ പോലും ഞാൻ ചിരിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേക്കും അവിടെ എന്നെ റിസീവ് ചെയ്യാൻ മിക്കവാറും ആ മക്കളൊക്കെ ചിരിച്ചുകൊണ്ടാണ്. ഒരു പരിചയം നമ്മൾ തമ്മിൽ മുൻപ് ഉണ്ടായിരിക്കണം എന്നില്ല, പക്ഷേ ആ കടന്നു ചെല്ലുമ്പോഴേക്കും അവരും ചിരിച്ചുകൊണ്ട് എൻ്റെ ആൻറ്റി വന്നു, എൻ്റെ മാഡം വന്നു, എൻ്റെ ടീച്ചർ വന്നു, എൻ്റെ അമ്മ വന്നു, ഇത് ഞങ്ങളുടെ ഡോക്ടർ അമ്മയാട്ടോ, ഇത് ഞങ്ങളുടെ അനിതാമയാട്ടോ എന്നൊക്കെ പറയുന്ന, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മക്കളുടെ അടുത്തേക്ക് എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടുള്ളത് ഒരുപക്ഷെ ദൈവകൃപയും കൂടി ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരിക്കാം കേട്ടോ, എനിക്കറിയില്ല. ഞാനിതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ പോലും ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇതായിരിക്കുമെന്ന്. ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് ഒരിക്കൽ പോലും അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അത് ഇറ്റ് ഹാപ്പൻ എന്നാണ് ഞാൻ പറയുക. അതിനൊക്കെ സ്റ്റോറികൾ അതിൻ്റെ അനുബന്ധമായിട്ടുണ്ട്. അത് വരാനുള്ള വഴികളുണ്ടായിരുന്നതും അതിൻ്റെ എനിക്ക് തുറന്നു വന്നതും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കണക്റ്റഡ് ആയതും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു അതൊരു ഡിവൈൻ കോളായിരുന്നു. ഞാൻ അതിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടു എന്ന് വേണം. കാരണം എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ ഈ മേഖലയിലില്ല. അല്ലെങ്കിൽ പലപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് വീട്ടിലെ ആരെങ്കിലും ഭിന്നശേഷിക്കാരുണ്ടോ എന്ന്. ഇല്ല കേട്ടോ, വീട്ടിലാരും ദൈവകൃപയാൽ ഇല്ല. പക്ഷേ ഞാൻ ഉൾപ്പെടുന്നവരിൽ ഒക്കെ ഭിന്നശേഷിക്കാരാണോ എന്ന് എനിക്ക് തോന്നും. എനിക്കൊരു 5 പൈസ കുറവാണ്, കുറച്ച് ചെവിട് കേട്ടൂടാ, കുറച്ച് കണ്ണുകൊണ്ടൂടാ എന്നൊക്കെയുള്ള ഒരു കുഴപ്പമേ എനിക്കുള്ളൂ. പക്ഷേ അതൊക്കെ പോസിറ്റീവായിട്ട് എനിക്കിന്ന് കാണാൻ പറ്റുന്നത്. ബൊഗൻവില്ല മുള്ളുകൊണ്ട് എൻ്റെ കണ്ണ് പൊട്ടിപ്പോകുമ്പോൾ ഈ ആദ്യത്തെ കുറച്ച് നാൾ പകച്ചുപോയെങ്കിലും ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും, ഐ ആം സോ ബ്ലെസ്ഡ്. കാരണം നിങ്ങൾ എന്തെങ്കിലും മഴവില്ല് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസമാണ്. പക്ഷേ എനിക്ക് ഈ റൂം ഡാർക്കായി കഴിഞ്ഞൊരു സ്പോട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെ നോക്കിയാലും മഴവില്ല് കാണാൻ പറ്റുന്ന അത്രയും ബ്ലെസ്സിങ് ഉണ്ട് മക്കളെ എന്ന്. അപ്പോൾ അതിനെയൊക്കെ ബ്ലെസ്സിങ്ങായി കാണാൻ പറ്റുകയും അത് എനിക്കൊരു നിമിത്തമാവുകയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പാഷനായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു മേഖല വെറുതെ PG എടുത്തതാണ്. അതിൻ്റെ അകത്ത് എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് വെറുതെ എൻ്റെ ഒരു പാഷൻ എന്ന നിലയിൽ ഞാനൊരു PG ജേർണലിസം എടുത്തതാണ്. അവിടെ ഞാൻ ഇത്തരം മക്കളെയാണ് കണ്ടത്. പക്ഷെ അത് ഞാൻ അങ്ങനെ ഒരു ചൈൽഡ് വിത്ത് ഓട്ടിസം ആണ് ആ കുട്ടിയെന്ന് അറിയാണ്ട് തന്നെ ഞാൻ ആ കണക്റ്റഡ് ആവുകയും ആ കുഞ്ഞുമോനെ ഭയങ്കര ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള മോൻ, അതായത് വെരി മച്ച് ഫ്ലവറി ലാംഗ്വേജിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ബണ്ണി എന്ന പറഞ്ഞ മോൻ, അവൻ എഴുതാൻ പോലും അറിയില്ലെങ്കിലും ഹി വാസ് സ്പീക്കിംഗ് ഇൻ സച്ച് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. അപ്പോൾ അവനെ റൈറ്റിങ്ങിലേക്ക് മാറ്റാൻ എനിക്ക് കഴിഞ്ഞതും അത് പിന്നീട് എൻ്റെ മനസ്സിൽ എപ്പോഴോ തങ്ങി നിന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രേരണയായതും അതൊക്കെ ഒരു നിമിത്തമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഞാൻ പറഞ്ഞത് ഒരു സ്നോബോളാണ്. നമ്മളത് കറക്റ്റ് വേയിലൂടെയാണ് പോകണമെങ്കിൽ ചിലപ്പോൾ അത് തിങ്സ് ഗെറ്റ് അറ്റാച്ച് ടു ദറ്റ്. അതിനകത്തൊരു കുഞ്ഞ് കണികയായി ഒരു മഞ്ഞുകണമായിരുന്നത് പിന്നീട് അത് ആ സ്നോയിലൂടെ ഉരുണ്ട് പോയപ്പോഴേക്കും അതൊരു വലിയ ബോളും ഒരു വലിയ മിഷനിലേക്കും ഒരുപാട് പേരിലേക്ക് എത്താനും കഴിഞ്ഞത് അതൊരു ദൈവകൃപയാണ്. അതൊരു ഡിവൈൻ കോൾ എന്നൊക്കെ പറയാം. ഈ ഒരു ഫുൾ ടൈം ചാൻറ്റിങ് ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ ദൈവകൃപ ഉറപ്പായിട്ടും എനിക്കുണ്ട് എന്ന് ഞാൻ വളരെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കാരണം നമുക്കതൊരു പോസിറ്റീവായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ചിരിക്കുന്നത് ആ റിഫ്ലെക്സ് ആക്ഷനിലൂടെ തന്നെ മറ്റൊരു കുഞ്ഞ് എന്നെ കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നതാണ്. ആ കുഞ്ഞ് ഓർമ്മയില്ല, അവന് സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പിന്നീട് ഒരു 2 വർഷം കഴിയുമ്പോഴോ 3 വർഷം കഴിയുമ്പോഴോ ആ വീട്ടിലേക്ക് ഞാൻ വീണ്ടും ചെല്ലുമ്പോൾ അയ്യോ അന്താമ്മ വന്നു കേട്ടോ എന്ന് പറയാൻ പറ്റുന്ന
ആ, ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ആ എന്താ ഒരു ട്രാൻസ്മിഷൻ എന്ന് ഞാൻ പറയാം. ട്രാൻസ്മിഷനാണ് ഒരു ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവന് ഞാൻ എന്താ പറയണതെന്ന് അറിയാൻ പറ്റുകയും അല്ല ആ കുഞ്ഞ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നോട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നത് അത് സൈക്കോളജി മാത്രമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ഒരു പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും ആ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നമ്മളെ ഉള്ളിലേക്ക് നോക്കാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നും. എൻ്റെ തോന്നലുകളായിരിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു, ഒരു മീറ്റിംഗ്, യു ആർ ഗോയിങ് ടു മീറ്റ് സമ്മൺ എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീടിൻ്റെ വാതിൽ തുറന്നിട്ട് ഷൂ ഇടുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ് കിട്ടിയിട്ടുണ്ടാവും. യെസ്, കാണുന്നു, പോയിട്ട് കാര്യമില്ല. ഇതിൽ രണ്ടും മനസ്സിൽ നിന്ന് ഉത്തരം വരാറുണ്ട്. നിങ്ങൾ കേൾക്കാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ കേട്ടോ. വരാറുണ്ട് ഉറപ്പായിട്ടും. അതാണ് മനസ്സിൽ നിന്ന് വന്ന ഉത്തരം. അത് കറക്റ്റായിരിക്കുകയും ചെയ്യാറായിട്ടാണ് എനിക്ക് അനുഭവം കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇറ്റ് വിൽ ഹാപ്പൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇനി വേറൊരു തരത്തിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പക്ഷേ നോ എന്ന് നമുക്ക് മൈൻഡിൽ കിട്ടിയിട്ട് നോ ആയിരിക്കും എന്ന് വിചാരിച്ചു പോയിട്ട് നോ ആവുന്നതുമായിരിക്കാം. ഇത് രണ്ടും വരാറുണ്ട്. അപ്പോൾ ഇതില്ലാത്ത എൻ്റെ ചോയ്സ് ഞാൻ യെസ് എന്ന് തന്നെ വിചാരിച്ചു പോകുന്നയാളാണ്. നോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷൂ ഇടുന്നതിന് മുൻപേ എൻ്റെ മനസ്സിൽ നോ വന്നിട്ടാണ് ഞാൻ വീണ്ടും നോ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ എന്നാലും ശരി, അപ്പോഴും ഞാൻ ചിന്തിക്കുക എന്താണെന്നോ, ശരി ഒരു അറ്റംപ്റ്റ്, ഞാൻ അവിടം വരെ പോയിട്ട് വരും. എന്നാലും നോന്ന് ഉത്തരം എൻ്റെ മനസ്സിൽ നിന്ന് വന്നാലും അവിടെ പോയിട്ടൊരു കാര്യവും ഇല്ല കേട്ടോ എന്ന് ഉത്തരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാനൊരു ട്രൈ ചെയ്യുന്ന ആളാണ്. അവിടെ വരെ പോയി നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വാച്ച്മാനെയെങ്കിലും കണ്ട് ഒന്ന് സംസാരിച്ച് ചിരിച്ചിട്ട് വരും. നെക്സ്റ്റ് ടൈം എനിക്ക് പോകുമ്പോൾ ഹായ് രാജൻ ചേട്ടാ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാച്ച്മാനെങ്കിലും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് വലിയ സന്തോഷം. അവിടെ തന്നെ നമ്മൾ വീണ്ടും ആ ഗേറ്റിന് മുമ്പിലെത്തുമ്പോൾ നമുക്ക് സന്തോഷം, ഒന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു വാച്ച്മാനെങ്കിലും ഞാൻ ഉണ്ടാക്കിയല്ലോ ആ ആദ്യത്തെ യാത്രയിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രൈയുടെ ഒരു ഇത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു മാറ്ററാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ.